ഞാനൊന്ന് വരാം സുഹൈൽ. എൻ്റെ കൂടെ ഖത്തർ ദോഹയിൽ നിന്ന് അബ്ബാസ് കൂടി ചേരുന്നു. അബ്ബാസ്, എന്താണ് ഖത്തറിലെ ഈ ഡേ 2 ഫീൽ എന്താണ്? അവിടെ അമേരിക്ക മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്ന വാദം ഇപ്പോൾ ഖത്തർ തള്ളിക്കളയുകയാണ്. ഏത് നിലയ്ക്കുമുള്ള മറുപടിക്ക് ഖത്തറിന് അവകാശമുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് നമുക്ക് ഇപ്പോൾ ഖത്തറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ട്? നിഷാദ്, ഇന്നലെ രാത്രി വളരെ വൈകിയാണ്, ഏകദേശം ഇവിടുത്തെ 10 മണിയോടെയാണ് ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ ജാസിം മുഹമ്മദ് അൽ താനി ഇതുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു പത്രസമ്മേളനം നടത്തുന്നത്. ഈ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഖത്തറിന്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങളുടേത് ഒരു പരമാധികാര രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിനെതിരെയുള്ള ഒരു ആക്രമണത്തെയും അംഗീകരിക്കില്ല. ഞങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഇതിനായി ഒരു പ്രത്യേക സംഘത്തെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. മേഖലയുള്ള രാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിന്ന് ഇസ്രായേലിനെതിരെ ഒന്നിക്കണം എന്ന അർത്ഥത്തിലുള്ള ഒരു വിശദമായ വാർത്താ സമ്മേളനമായിരുന്നു ഇന്നലെ രാത്രി വളരെ വൈകി ഇവിടുത്തെ ഖത്തർ സമയം 10 മണിയോടുകൂടെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. പ്രധാനമായിട്ടും ആ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു 4 ടേക്ക് എന്ന് പറയുന്നത്, ഒന്ന്, നെതന്യാഹുവിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ ഖത്തർ പ്രധാനമന്ത്രി നടത്തിയ കടന്നാക്രമണമാണ്. അദ്ദേഹം കൃത്യമായി ആ വാർത്താ സമ്മേളനത്തിൽ കൂസലില്ലാതെ ഈ മേഖലയിൽ കൂസലില്ലാതെ ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ആൾ എന്നാണ് അദ്ദേഹം നെതന്യാഹുവിനെ വിശേഷിപ്പിച്ചത്. നെതന്യാഹുവിനെതിരെയുള്ള കടന്നാക്രമണം എന്ന് തന്നെ ആ വാർത്താ സമ്മേളനത്തെ വിശേഷിപ്പിക്കണം. ആ വാർത്താ സമ്മേളനത്തിന്റെ ഏകദേശം 1/3 അദ്ദേഹം നെതന്യാഹുവിന്റെ ഇത്തരം ആക്ടുകളെ, ഇത്തരം പ്രവർത്തനങ്ങളെ, മധ്യേഷ്യയിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾക്കെതിരെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് അന്താരാഷ്ട്ര വേദികളിൽ ഖത്തർ ഉന്നയിക്കും. ഇതിനെ വെറുതെ വിടാൻ പോകുന്നില്ല. അഥവാ മേഖലയിലെ രാഷ്ട്രങ്ങളെല്ലാം കൂടിച്ചേർന്നു നിന്ന് ഒത്തൊരുമയോടുകൂടെ ഇസ്രായേലിനെതിരെ മുന്നോട്ട് പോകണമെന്ന അർത്ഥത്തിലുള്ള ഒരു റീജിയണൽ ഒരു പ്രാദേശിക അടിസ്ഥാനത്തിൽ ഒരു ശാക്തിക ചേരിയെ ബലപ്പെടുത്താനുള്ള ഒരു ശ്രമം ഉണ്ടായി. അദ്ദേഹത്തിന്റെ സമ്മേളനം നമുക്ക് വീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന്, പിന്നെ വളരെ പ്രധാനപ്പെട്ടത് ഈ ഖത്തറിന്റെ ഡിപ്ലോമസി, അഥവാ ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഖത്തർ ഒരുപാട് നാളുകളായി ഏകദേശം ഈ ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടങ്ങിയത് മുതൽ നടത്തുന്ന ഡിപ്ലോമസി, ഇന്റർനാഷണൽ തലത്തിലുള്ള ഡിപ്ലോമസി, ഈ നയതന്ത്രജ്ഞത ഇനിയും തുടരും. ഞങ്ങൾ തൽക്കാലം ഈ ആക്രമണത്തിന് ശേഷം തൽക്കാലം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ സാധുത ഇല്ല എന്ന് അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇതിന്റെ ഗസയിലെ ഒരു ശാശ്വത വെടിനിർത്തലിലേക്കുള്ള ശ്രമങ്ങൾ, ഖത്തറിന്റെ ശ്രമങ്ങൾ ഇനിയും നടത്തിക്കൊണ്ടിരിക്കുമെന്ന് കൂടി അദ്ദേഹം പറയുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കറിയാം ഖത്തറിൽ ആക്രമണം ഉണ്ടാകുന്ന സമയം എന്ന് പറയുന്നത് ഗസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഈജിപ്തുമായി ചേർന്ന് ഖത്തർ കൊടുത്തൊരു പ്രപ്പോസൽ, ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അതിനെ 2 ആഴ്ച ഏകദേശം ഒരു 3 ആഴ്ച മുമ്പാണ് ഈ പ്രപ്പോസൽ കൊടുത്തത്. ഹമാസ് അത് അംഗീകരിച്ചിരുന്നു. നമ്മളൊക്കെ അത് വളരെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ എന്നാൽ അതിനുശേഷം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഇവിടെ വിദേശകാര്യ മന്ത്രാലയം നടത്താറുള്ള പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരി കൃത്യമായിട്ട് അക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഞങ്ങൾ ഇസ്രായേലിൽ നിന്നുള്ള പ്രതികരണം കാത്തിരിക്കുകയാണ്. പോസിറ്റീവ്. ഞാനൊന്ന് പറയാം അബ്ബാസ്, എനിക്ക് കേൾക്കുന്നതിൽ ചില പ്രശ്നമുണ്ട്. ഞാൻ ഒന്നൊന്ന് ഫിക്സ് ചെയ്തിട്ട് വരാം.